ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇസ് ഓൾ അബൌട്ട് ഫ്ലഫി. ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ കുറേ ആൾക്കാർ ചോദിച്ചു, ഓക്കെ സ്ലീപ്പിംഗ് ടൈം ഫ്ലഫി എന്ന് പറയാനുള്ള സമയം മാത്രമേ എനിക്ക് തന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് അപ്പിയൊക്കെ ഇട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫ്ലഫി എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് വന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ നാഗവല്ലിയാവും. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഉറങ്ങാനുള്ള സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞാനിട്ട വീഡിയോ ഓൾറെഡി കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പുതിയ പെറ്റാണോ, എന്താ പേര്, ഫീമെയിലാണോ മെയിലാണോ, പിന്നെന്താണ് ആരുടെയെങ്കിലും ആണോ, കൊണ്ടുവന്നതാണോ, എത്ര ദിവസത്തേക്കാണോ, സ്ഥിരമായിട്ടാണോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്ലഫി എൻ്റെ പെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, എൻ്റെ പെറ്റാണ്, വേറെ ആരുടെയല്ല, ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. പക്ഷേ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ കോംപ്ലിക്കേഷൻസ് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഇനീഷ്യലി ഞാൻ ഈ ഒരു വീഡിയോ എങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, പപ്പീനെ വാങ്ങാൻ വേണ്ടി പോണ സമയത്ത് ഞാനൊരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പപ്പീനെ കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു വ്ളോഗായിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സിറ്റ് ആൻഡ് ടോക്ക് വീഡിയോ ആക്കിയത്. പക്ഷേ സിറ്റ് ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് സിറ്റ് ആൻഡ് ടോക്ക് ഒന്നും അല്ല കേട്ടോ. ഞാൻ എടുക്കാൻ പോയ വ്ളോഗും കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പപ്പീനെ എങ്ങനെയാണ് വാങ്ങണമെന്ന് തീരുമാനം എടുത്തതും, ഞാൻ എന്തൊക്കെയാണ് ആലോചിച്ചതും, ഞാൻ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡോഗ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് പട്ടിക്കുട്ടികൾ എന്ന് പറയുന്ന സംഭവത്തിനോട് എനിക്ക് എന്നും ഒരു അഗാധമായ പ്രണയമായിരുന്നു. പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ വീട്ടിൽ എപ്പോഴും ഡോഗ്സ് ഉണ്ടാവുമായിരുന്നു. അതായത് ഞാനൊരു 1-ലോ 2-ലൊക്കെ പഠിക്കുന്ന ടൈമിൽ വീട്ടിൽ 5 ഡോഗ്സ് ഉണ്ടാവുമായിരുന്നു. ഏതൊക്കെയാണെന്നറിയോ? ടൈഗർ, ടിങ്കു, ടോമി, പപ്പി, ചക്കി. ഇതിൽ ആരെങ്കിലും ഒരാൾ വയസ്സായി മരിച്ചു പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വേറൊരു ഡോഗിനെ വാങ്ങും, അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യും. അങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഡോഗ്സ് ഉണ്ടാവുമായിരുന്നു. അങ്ങനെ എനിക്കൊരു 10-11 വയസ്സ്, അതായത് ഒരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന ടൈമിലാണ് റിംഗ് മാസ്റ്റർ മൂവി ഇറങ്ങുന്നത്. ഓൾറെഡി എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പോരാത്തതിന് ഞാനൊരു ദിലീപ് ഫാനുമായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ റിംഗ് മാസ്റ്റർ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ 2ാമത് തവണയും കാണുന്നത്. അതായത് എനിക്ക് ആ പടം ഒന്നുകൂടെ കാണണം, എനിക്ക് പട്ടിക്കുട്ടികളൊക്കെ ഒന്നുകൂടെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 2ാമത് ആ സിനിമ കാണാൻ വരെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഗോൾഡൻ റിട്രീവർ വേണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു ബ്രീഡ് ഉണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കും അറിയില്ലായിരുന്നു. പോരാത്തതിന് നമ്മുടെ നാട്ടിൽ, അതായത് ഞാൻ ഉണ്ടായിരുന്ന നാട്ടിലൊന്നും അങ്ങനെയുള്ള ഡോഗ്സ് ഒന്നും നമുക്ക് അധികം അവൈലബിളും ആയിരുന്നില്ല. ആകപ്പാട് എന്താ പറയുക, പോമറേനിയനും പിന്നെ നമ്മുടെ നാടൻ നായ്ക്കുട്ടികൾ, പിന്നെ ഡാഷ്, ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു പട്ടിക്കുട്ടീനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫാസ്റ്റ് ഫോർവേഡ് എൻ്റെ മനസ്സിൽ എന്നും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു ക്വിസ് ചാനലായിരുന്നു. അപ്പോൾ ആ ഒരു ക്വിസ് ചാനലിൽ നമ്മളിങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, അതായത് ക്യാറ്റ്സ് ഓർ ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ടൈമിൽ ഞാൻ എപ്പോഴും ഡോഗ്സിൻ്റെ ഇമേജ് ആയിട്ട് വെക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ഞാൻ എന്താ ഈ ഒരു സൈഡിൽ കൊടുക്കാം. പിൻട്രസ്റ്റ് ഞാൻ എപ്പോൾ ഗോൾഡൻ റിട്രീവർ നോക്കിക്കഴിഞ്ഞാലും ഞാൻ സ്റ്റക്കായി പോകുന്നത് ഈ ഒരു പപ്പിയുടെ ഇമേജ് കാണുമ്പോഴാണ്. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഇതുപോലൊരു പപ്പി വേണം എന്നുള്ളത്. ഈ ഒരു മൂവിയൊക്കെ കണ്ട് അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു റോട്ട് വീലറിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബെന്ന എന്നാണ് പേര്. ബെന്നയുടെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കാലം ഞാൻ നല്ല വീട്ടിൽ എപ്പോഴും ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡോഗാണ് ബെന്ന. ബിക്കോസ് എനിക്ക് തോന്നുന്നു മേ ബി എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയ ആ ഒരു ടൈമിൽ ആദ്യമായിട്ട് വാങ്ങിച്ചത് ബെന്നേനെയാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ബെന്നേൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബെന്നയാണെങ്കിൽ ഭയങ്കര പാവം ഡോഗാണ്. എല്ലാവരും ഇങ്ങനെ റോട്ട് വീലർ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലായി കഴിഞ്ഞാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോട്ട് വീലർ ഒന്നും വാങ്ങണ്ട, അതൊക്കെ സിംഗിൾ മാസ്റ്റർ ഡോഗ് അല്ലേ, വെറുതെ എന്തിനാണ് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ബെന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഡോഗായിരുന്നു. അങ്ങനെ ഞാൻ കോളേജ് ഒരു 3rd ഇയർ 4th ഇയർ ഒക്കെ പഠിക്കുന്ന ടൈമിലാണ് ബെന്ന മരിക്കുന്നത്. അതെന്നെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് കോളേജിൽ മറ്റേ പ്രോജക്റ്റിൻ്റെ ടൈമിലിരിക്കുമ്പോൾ അമ്മ വിളിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടാവും. ഞാനന്ന് പൂര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു ഡോഗിനെ വാങ്ങണം എന്നുള്ള ആഗ്രഹം കംപ്ലീറ്റ്ലി പോയി. ബിക്കോസ് അറിയാമല്ലോ, പെറ്റ് പാരൻസ് അല്ലെങ്കിൽ പെറ്റ് ഓണേഴ്സിനൊക്കെ അറിയാൻ പറ്റും, നമ്മൾ അത്രയും സ്നേഹിച്ച് നോക്കുന്ന ഡോഗ്സൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഡോഗ്സ് ഒന്നും വാങ്ങാനായിട്ട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ
ഞാൻ ഫ്ലാറ്റ് എടുത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങിയല്ലോ. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ലേ, നമുക്കൊരു ഡോഗിനെ വാങ്ങിയാലോ എന്ന്. പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് 2 കാര്യത്തിലായിരുന്നു. ഒന്നാമത് റെൻറ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ റെൻ്റൽ പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഡോഗ്സിനെ അലോ ചെയ്യുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓണർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ജോമീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനാണ്. ആൾ ഭയങ്കര ചില്ലാണ്. നമ്മൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആൾ നോക്കാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കടിക്കുമോ അങ്ങനെ ഇങ്ങനെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആൾക്ക് അത് ഓക്കെ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ എത്രയൊക്കെ ഡോഗ്സ് വളർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന് പുറത്താണ് വളർത്തുന്നത്. വീട്ടിനകത്തിട്ടിട്ട് നമ്മൾ ഇന്നേ വരെ ഡോഗ്സിനെ ഒന്നും വളർത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ, അതും നമ്മൾ വീടൊന്നും അല്ലല്ലോ, വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുറ്റവും പറമ്പും ഒക്കെ ഉണ്ടാവും, പിന്നെ വീടിനകത്തിട്ട് വളർത്തുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലിട്ട് വളർത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. സാധാരണ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഡോഗ്സിനെ വളർത്തുമ്പോൾ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യാറുള്ളത് ഷിറ്റ്സു, പൂഡിൽ പോലുള്ള കുഞ്ഞു കുഞ്ഞു ഡോഗ്സ് ആയിരുന്നല്ലോ. ബട്ട് എനിക്കങ്ങനെ പറ്റില്ല. എനിക്ക് സ്മോൾ ഡോഗ്സ് ഒന്നും പറ്റില്ല. ലൈക്ക് ഇറ്റ് വാസ് നെവർ അബൌട്ട് ദ ഡോഗ്സ് ബട്ട് ഓൾവേസ് അബൌട്ട് ദ ഗോൾഡൻ റിട്രീവർ. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു നായ്ക്കുട്ടി വാങ്ങിച്ച് കൂടെ ഇങ്ങനെ വളർത്തണം അങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ പണ്ടത്തെ ആ ഒരു ഡ്രീമായിരുന്നു ഒരു ഗോൾഡൻ റിട്രീവർ തന്നെ വേണമെന്നുള്ളത്. പക്ഷേ എഗെയിൻ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, ഗോൾഡൻ റിട്രീവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ള ഡോഗാണല്ലോ. അപ്പോൾ ഈ ഒരു സ്പേസ് അതിന് മതിയാവോ ഇല്ലേ എന്നുള്ളതായിരുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിങ്ങനെ സൊസൈറ്റി ഗ്രൂപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജർമ്മൻ ഷെപ്പേർഡ്, പിന്നെ പിറ്റ്ബുള്ളാണോ ബോക്സർ എന്നാണോ ആ ഡോഗിൻ്റെ ബ്രീഡെന്ന് എനിക്കറിയില്ല. ബോക്സർ എന്നായിരുന്നു അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫെറോഷ്യസ് ആയിട്ടുള്ള ഡോഗ്സ് വരെ ഇവിടെ കുറേ ആൾക്കാർ വളർത്തുന്നുണ്ട്. സോ ഐ തോട്ട് മേ ബി ഐ ഷുഡ് ഗിവ് ഇറ്റ് എ ട്രൈ. അതായത് നമ്മളെപ്പോഴും മനസ്സിലൊരു കാര്യം ഇങ്ങനെ ആഗ്രഹിച്ച് ചെയ്താലോ എന്ന് വിചാരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. ഓക്കെ, ശരിയായില്ല, നമുക്ക് പിന്നെ നോക്കാമെന്നുള്ളത്. സോ അങ്ങനെ ഒരു ഗോൾഡൻ റിട്രീവർ പപ്പീനെ വാങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഏതാണ്ട് 1 മാസം എടുത്തു ഞാനൊരു പപ്പിയിലോട്ട് ഫൈനലൈസ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ ഒരു ഇമേജ് ഓൾറെഡി ഗോൾഡൻ റിട്രീവറിൻ്റെ ഉണ്ടായിരുന്നു, ആൻഡ് ദാറ്റ് ഈസ് ദിസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പപ്പി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ കുറേ പപ്പീസൊക്കെ ഭയങ്കര കുഞ്ഞിതായിരുന്നു. ചിലത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പപ്പീനെ കാണുമ്പോൾ തന്നെ ഓക്കെ ഇതെൻ്റെ പട്ടിക്കുട്ടിയാണ് അങ്ങനെ ഒരു തോന്നൽ വരുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു സ്പാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും സ്നേഹയും ഡെയിലി ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു 20 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സെല്ലേഴ്സ് എനിക്കിങ്ങനെ ഓരോ ഡോഗ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും അയക്കും. ഞാൻ അപ്പം തന്നെ അത് സേവ് ചെയ്തിട്ട് സ്നേഹയ്ക്ക് കൊണ്ടയക്കും. എന്നിട്ട് സ്നേഹയുടെ അഭിപ്രായം പറയും. അങ്ങനെ 1 മാസം ആയി കഴിഞ്ഞിട്ട് ഒരു ബാംഗ്ലൂരിൽ നിന്നൊരു പപ്പി ഉണ്ടായിരുന്നു, ഒരു ഗോൾഡൻ റിട്രീവർ പപ്പി. അപ്പോൾ അതിനോട് ഞാൻ ഓക്കെ പറഞ്ഞ് ഞാൻ ക്യാഷ് അയക്കുന്നതിൻ്റെ മുൻപ് ഈ ഒരു പപ്പിയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് സ്പാർക്ക് അടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് മതി. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു, ഇനി ഒന്നും അയക്കണ്ട, ഞാൻ ഇതെന്നെ ഫൈനലൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പപ്പീനെ സെലക്ട് ചെയ്തത്. ആൻഡ് ഒരാളെ എടുത്തു പറഞ്ഞേ പറ്റൂ, ആരാ? ഹാപ്പി പെറ്റ്സ് ലൈഫ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഹാപ്പി പെറ്റ്സ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പേജിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഗോൾഡൻ റിട്രീവർ വീഡിയോസ് ഇട്ടിട്ടുള്ള കുറേ സെല്ലേഴ്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരിന്ന് ഇങ്ങനെ സോർട്ട് ചെയ്ത് അവസാനമാണ് ഞാൻ ഇവരോട് എത്തിയത്. പക്ഷെ നല്ല ആൾക്കാരാട്ടെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കുട്ടീനെ കിട്ടിയതിനേക്കാൾ സന്തോഷം എനിക്ക് ഇവരുടെ സർവീസായിരുന്നു. അതായത് ഞാനിങ്ങനെ കുറേ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇത് വളർന്നു കഴിയുമ്പോൾ ഇതുപോലെ ആവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ മറ്റേ എന്താ പറയുക ഫറൊക്കെ നല്ല രീതിയിൽ വരുമോ, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ മണ്ടത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ക്ഷമയോടെ അത് ആക്ച്വലി സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കണം, നമ്മൾ ഗ്രൂം ചെയ്ത് നല്ല രീതിയിൽ നോക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫുള്ള് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ പപ്പീനെ എടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞാൽ നോട്ട് ദ പോയിന്റ്. എൻ്റെ വീട്ടുകാർക്ക് പോലും ഇത് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം സർപ്രൈസ് ആയിക്കോട്ടെ, ഞാൻ എന്തായാലും പപ്പീനെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഊക്കം ബഹളമായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ വീട്ടുകാരുടെ അടുത്ത് സംസാരിച്ച് കൺവിൻസ് ചെയ്താണ് നമ്മൾ ഇതേപോലെ ഒറ്റയ്ക്കൊക്കെ മാറി നിൽക്കുന്നത്. സോ അതിൻ്റെ കൂടെ ഒരു പപ്പീനെയും കൂടെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എൻ്റെ തല വെട്ടും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വാങ്ങിയിട്ട് സർപ്രൈസ് ആയിട്ട് കാണിക്കാമെന്നൊക്കെ. സോ ഞാൻ വാങ്ങാൻ വേണ്ടി പോയതിൻ്റെ വീഡിയോ ഉണ്ട്. ഇപ്പം ഞാൻ എത്ര മിനിറ്റ് സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആ ഒരു വ്ളോഗ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാം. നമ്മളിന്ന് നമ്മുടെ പപ്പീനെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പപ്പി ഇപ്പോൾ ഇരിങ്ങാലക്കുടയാണുള്ളത്, തൃശ്ശൂർ ഭാഗത്താണുള്ളത്, നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് വേണം പപ്പീനെ എടുത്തിട്ട് വരാനായിട്ട്.
ആൻഡ് ഞാൻ ഇതുവരെ പപ്പീനെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടേ ഇല്ല. ഐ മീൻ നേരിട്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഫോട്ടോസിലും വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് ടു മീറ്റ് ഹെർ. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഐ മീൻ ടെൻഷനുണ്ട്, പക്ഷേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ അടുത്ത് ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വരാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 2:30 ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത്. അപ്പോൾ ഞാൻ നല്ല ടയേർഡായിരുന്നു. ഞാൻ 12 മണിക്കാണ് എഴുന്നേറ്റത് തന്നെ. ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ എല്ലാം ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി കുളിച്ച് റെഡിയായി വന്നപ്പോൾ തന്നെ 2:30. അപ്പോൾ നമുക്കിന്ന് പോകണം. ആൻഡ് അജിയുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. താഴെ എത്തിക്കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്തുമായിരിക്കും. സോ ലെറ്റ്സ് ഗോ. വാങ്ങിയിട്ട് വരൽ അവർ പപ്പി. ഹലോ അജിയേട്ടൻ, എന്താണ് താങ്കൾക്ക് പട്ടീനെ വാങ്ങുന്നതിനെ പറ്റിയുള്ള വിലയേറിയ അഭിപ്രായം? പറയൂ. നല്ല അഭിപ്രായം. ഗോൾഡൻ റിട്രീവർ അല്ലേ, സമാധാനമുണ്ട്. പറ, സ്ഫുടതയോടെ പറയൂ. ഗോൾഡൻ റിട്രീവർ. ഗോൾഡൻ റിട്രീവർ വെടിയിൽ വന്ന പോലെ തോന്നി. ഗോൾഡൻ റിട്രീവർ എന്നാക്കി പഠിച്ചില്ലേ? ശരി, എന്താണ് താങ്കൾക്ക്? എന്താ പറയ്, എന്തെങ്കിലുമൊക്കെ പറ. നല്ല അഭിപ്രായമാണ്. നമ്മൾ ആദ്യം പോയി കാണട്ടെ, എത്ര സൈസ് ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ. എത്ര ഉണ്ടോ ആരുണ്ട്. പിന്നെ ഞാന് വേറൊരു കാര്യം പറയാൻ മറന്നു വീഡിയോയില്. പട്ടി വാങ്ങുന്നത് ആർക്കും അറിയില്ല അല്ലേ? നമുക്ക് 2 പേർക്കും അറിയാം. പിന്നെ സ്നേഹയ്ക്ക് അറിയാം, സീക്രട്ട് സ്റ്റാറി നൈറ്റ് സ്നേഹയ്ക്ക് അറിയാം, എൻ്റെ ഫ്രണ്ട് ദിയയ്ക്ക് അറിയാം. 4 പേർക്ക് അല്ലാതെ ആർക്കും അറിയില്ല. നമ്മുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല. ഞാൻ 4 ദിവസം വീട്ടിൽ നിന്നിട്ടാണ് വന്നത്. പക്ഷെ വീട്ടുകാരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ സർപ്രൈസ് ചെയ്യിക്കണം. ഞാൻ അങ്ങനെ വിളിച്ചിട്ട് എൻ്റെ പ്ലാൻ എന്താണെന്നറിയോ? എൻ്റെ എന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് വരും. ഞാൻ അങ്ങനെ കുറച്ച് ദിവസമായാലും ഒറ്റയ്ക്കൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പം ഞാനൊരു ഫ്ലാറ്റ് മീറ്റിനെ വെച്ചാലോ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ പോകണം. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരെന്ത് പറയും, ആരും ഫ്ലാറ്റ് മീറ്റ്, എന്ത് ഫ്ലാറ്റ് മീറ്റ്, എന്തൊരു ഒറ്റയ്ക്ക് നിൽക്കണോ, വേറെ ആൾക്കാർ വെക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കൊണ്ട് പറയും. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം ഫ്ലാറ്റ് മീറ്റ് വീട്ടിൽ വന്നിട്ടുണ്ട്, തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അവരിങ്ങനെ പപ്പി അങ്ങനെ എന്താണ്. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. വീഡിയോ യൂട്യൂബിലും അതേപോലെയൊക്കെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. നടക്കുമോ എന്തോ അല്ലേ? പോവാല്ലേ? ഫ്ലാറ്റ്മേറ്റ്, മൈ ന്യൂ ഫ്ലാറ്റ്മേറ്റ്. അല്ല, അങ്ങനെയല്ല. ഇത് ഞാൻ വീട്ടുകാർക്ക് എടുക്കുന്ന റിയാക്ഷൻ. അതേപോലെ തന്നെ ഞാൻ യൂട്യൂബിലും പപ്പി, ക്യൂട്ടി, പൂക്കി അങ്ങനെ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. പപ്പിക്ക് പേരിടണം. ഏത് വണ്ടിയാണ് ചുറ്റു പറയണത്? KSRTC ആണ്. നമ്മുടെ വണ്ടി പഞ്ചറായോ? പണ്ടാരം ഞാൻ എന്റെ വണ്ടി പഞ്ചറായ വിചാരിച്ചു. സാധാരണ പഞ്ചറാവുമ്പോഴേ ടുക് 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 ശബ്ദം കേൾക്കുക. ഇവിടെ വെച്ച് പഞ്ചറായ ഇനി എന്ത് ചെയ്യും വേണ്ട ആലോചിച്ചതാണ്. പഞ്ചർ ഒട്ടിക്കാൻ കട വേണ്ടേ? എന്തായാലും മറ്റേതുപോലെ വരില്ല. ഞാൻ ആദ്യമായിട്ട് തീറിട്ട് വന്നിട്ട് വണ്ടി നിന്നത്. ഹായ് ഗൈസ്, സോ അവരൊരു 5 മിനിറ്റായിട്ട് ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂരെത്തി അല്ലേ? തൃശ്ശൂരല്ലേ? ഇവിടെ ഇരിഞ്ഞാലക്കുട. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇതാണ് നമ്മുടെ പപ്പി. ഇഷ്ടപ്പെട്ട പിടിച്ചോ. ജസ്റ്റ് ഒരു ഹാൻഡ് ഇത്രയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഈ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചോ, എൻ്റെ റൈറ്റ് ഹാൻഡ് അതിലേക്ക് വെയിറ്റ് ഉണ്ടാവും.
ഗോൾഡൻ റിട്രീവർ തന്നെ ചൂസ് ചെയ്യാൻ എന്താ റീസൺ വല്ലതുണ്ടോ? ആ കൊള്ളാം. ചൂടാൾക്ക് ഇത്തിരി പ്രശ്നമാണ്. Comfort, no biting. അങ്ങനെ നമ്മൾ ഫ്ലഫീനെയും കൂട്ടി വീട്ടിലോട്ട് എത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇത് ഏതാ സ്ഥലം, നിങ്ങളൊക്കെ ആരാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡൊന്നും അധിക നേരം ഉണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് താഴെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഇതെന്റെ കുഞ്ഞമ്മയുടെ വീടാണല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പിന്നെ. പക്ഷെ എന്നെ ഒരു കാര്യം ഞെട്ടിച്ചത് എന്താണെന്നറിയോ, ഫ്ലഫിക്ക് സിറ്റ് എന്നുള്ള കമാൻഡ് അറിയാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്റെ മനസ്സിലാണെങ്കിൽ ഇതൊരു പപ്പിയല്ലേ, സിറ്റ് എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല, ഇനിയിപ്പോൾ അതൊക്കെ ട്രെയിൻ ചെയ്യിക്കണ്ടേന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ വെറുതെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ സിറ്റ് എന്ന് ചുമ്മാ പറഞ്ഞതാണ്. ആള് സിറ്റി സെറ്റ്. ഇതായിരുന്നു എൻ്റെ ശരിക്കുള്ള റിയാക്ഷൻ. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു, ഇതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിക്കേണ്ട സംഭവമല്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദാ അടുത്ത സർപ്രൈസ്, ഒരു ബലൂൺ ഇട്ടി കഴിഞ്ഞപ്പോൾ ചുമ്മാ കളിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുത്തതായിരുന്നു. കൊരക്കണത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കേട്ടത്. അജി പോണതിന് മുമ്പ് കൂടൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടായിരുന്നു പോയത്. അപ്പൊ രാത്രി കിടക്കാൻ നേരത്ത് മാനേജ് ചെയ്യാൻ നല്ല പാടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ കൂട്ടിലോട്ടാക്കിയിട്ട് കൂട് ബെഡിന്റെ സൈഡിൽ വെച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദാ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പപ്പീനെ വാങ്ങാൻ പോയിട്ടുള്ള വിശേഷം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ദാ ഇപ്പൊ പറയാം. അങ്ങനെ നമ്മൾ പപ്പീനെ വാങ്ങി വീട്ടിലോട്ടൊക്കെ വന്നു. ആൻഡ് ഐ ഷുഡ് സേ, എന്താ പറയുക, ഞാൻ ഇത്രയും ആക്റ്റീവായിട്ടുള്ളൊരു പപ്പീനെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര സ്നേഹമാണ്, നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കും. ആൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സോ ഇത്രയും വരെ വളരെ സ്മൂത്തായിരുന്നു. പക്ഷേ എപ്പോഴാണ് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പ്രശ്നം പറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴാണ് എനിക്കൊരു റിയലൈസേഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് ആക്ച്വലി ഞാനങ്ങനെ കംപ്ലീറ്റ്ലി വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടല്ല കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് നോക്കാം, നമുക്ക് ഓക്കെ ആവുന്നില്ലേ നോക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നേക്കാളും നല്ലത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയായിരുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ റൂമിലൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഹാളിൽ മാത്രമായിരുന്നു കയറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പപ്പിയുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ ആൾ നല്ല ആക്റ്റീവാണ്. പിന്നെ പപ്പി ബൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ലിങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ കടിക്കുമല്ലോ, ചെറിയ കുട്ടികളൊക്കെ പോലെ പല്ലിങ്ങനെ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ച്യൂട്ടോയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അത് ബോൺസിൻ്റെ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറച്ച് ബോറടിക്കാൻ തുടങ്ങി. ബോറടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു കേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിലും പ്ലേ ടൈമും അങ്ങനെയുള്ള സമയത്തൊക്കെ ഇറക്കി വിടും. ബാക്കിയുള്ള കുറച്ച് സമയമൊക്കെ ഞാൻ കൂട്ടിനകത്തായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾക്ക് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കണം. അതായത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പപ്പിയാണ്. എപ്പോഴും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കടിച്ച് വലിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി കർട്ടനൊക്കെ പിടിച്ച് വലിച്ച് അങ്ങനത്തെ ഒരു പപ്പിയാണ്. പക്ഷെ നമുക്ക് ഫുൾ ടൈം നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമും വല്ല വർക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന ടൈമിലൊന്നും ഇതിനെ ഓപ്പൺ ചെയ്തിട്ടിട്ട് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണമല്ലോ. പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സമയത്തൊക്കെ കൂട്ടിലോട്ടാക്കുമല്ലോ. അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അഴിച്ചു വിടുമ്പോൾ വീണ്ടും ഭയങ്കര ആക്റ്റീവായിരിക്കും. അങ്ങനെ 2-3 ദിവസമൊക്കെ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വാക്കിങ്ങിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോയി മണ്ണും പുല്ലും മേഘമൊക്കെ കണ്ടപ്പോൾ കാണണമായിരുന്നു. ഭയങ്കര ആവേശത്തോടെ ചാടിയൊക്കെ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലാറ്റിലെത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അയ്യേ തിരിച്ചു വന്നാൽ നമുക്ക് പുറത്തു പോവാം, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. സോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു മേ ബി ഇറ്റ് വാസിൻ്റ് എ റൈറ്റ് ഡിസിഷൻ ടു ബ്രിങ് ഹിം. അതായത് റൈറ്റ് ഡിസിഷൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഒന്ന് നോക്കാം, നമുക്ക് വളർത്തി നോക്കാം, ഒരു 2-3 ദിവസം നോക്കാം. അപ്പോൾ ഓക്കെ ആവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാമല്ലോ. എൻ്റെ അടുത്ത് ഓൾറെഡി ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പാർട്ട്മെൻറ്റിൽ ഇതേപോലത്തെ ഡോഗ്സിനെയൊക്കെ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്തായാലും നോക്കൂ നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഷിറ്റ്സു അങ്ങനെയുള്ള കുഞ്ഞു ഡോഗ്സ് വേണമെന്നല്ലായിരുന്നു ആഗ്രഹം, എനിക്ക് ഇതന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. സോ അപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ. അതായത് അപ്പാർട്ട്മെൻറ്റ് പ്രെപ്പ് ചെയ്യുന്ന കാര്യമായാലും ഞാൻ മെൻ്റലി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഐ വാസ് ടോട്ടലി പ്രിപ്പയർഡ്. അതായത്
പപ്പീനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ആകെ ഫോട്ടോസിലും വീഡിയോസും കണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. അന്ന് മുതൽ ഞാൻ ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയാണ് ഓരോ സാധനം. കോളർ, എത്ര കോളർ എന്നറിയോ? ഞാനൊരു 3-4 കോളറെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടാവും. സ്കാർഫ് ഉള്ളതും പൂവുള്ളതും ബോ ഉള്ളതും. ലൈക്ക് ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ്. പിന്നെന്താ പറയുക, മറ്റേ പൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ പൂപ്പ് സ്കൂപ്പ് ചെയ്യാനുള്ള സ്കൂപ്പർ, അതിൻ്റെ കൂടെ തന്നെ കവർ, ഗ്രൂമിങ് കിറ്റ്, ഷാംപൂ, ഇയർ ക്ലെൻസർ, അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ആക്ച്വലി പറയാനാണെങ്കിൽ ഐ ബാഡ്ലി വാണ്ടഡ് ദിസ് ടു വർക്കൗട്ട്. അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലൊരു ഗോൾഡൻ റിട്രീവർ പപ്പിയുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഹോൾഡിങ് എ GD. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പപ്പീനെ കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിലെ ഡോഗ്സിനെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട്, ഇപ്പോൾ ക്ലെൻലിനെസ്സും കാര്യങ്ങളൊക്കെ ഹൈജീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഡെയിലി നമ്മൾ തുടച്ച് വിടണം, ക്ലീൻ ചെയ്യണം. പിന്നെ ഇത് ട്രെയിൻഡ് അല്ലല്ലോ, അത്രയുള്ള പ്രായമായിട്ടില്ലല്ലോ, തുടങ്ങുന്നതല്ലല്ലോ, നമ്മുടെ കയ്യിൽ കിട്ടിയല്ലേ ഉള്ളൂ. പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ ആൾ പാഡിലൊക്കെ പീ ചെയ്യാനൊക്കെ പഠിച്ചു കൂട്ടാം. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. സോ എന്താ പറയുക, അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് സുഖമായിട്ട് ഇതേപോലത്തെ ഡോഗ്സ് വളർത്താൻ പറ്റും, ഈവൻ വലുതാണെങ്കിലും. പക്ഷേ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് നമ്മൾ ചെയ്യുന്നതും നമ്മളിടുന്ന എഫേർട്ടിലല്ല കാര്യം, അവർ ഈ ഒരു സ്പേസിൽ ഹാപ്പി ആണോ അല്ലേ എന്നുള്ള കാര്യത്തിലാണ് മെയിനായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്നേഹയുണ്ടല്ലോ, സ്നേഹയുടെ ചേട്ടൻ ഒരു ഗോൾഡൻ റിട്രീവർ ഉണ്ട്, എൽസ എന്ന് പറഞ്ഞിട്ട്. എൽസയുടെ വീഡിയോ കണ്ടപ്പോൾ മുതൽ എനിക്കെന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ എൽസയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾ പറമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടുന്നതും മറ്റേ തേങ്ങ പിടിച്ച് വലിക്കുന്നതും അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അതായത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ ഒരു ഫ്ലാറ്റിൽ ഞാനൊരു മിനിമം 2 വർഷം ഇരിക്കുക. അതിനുശേഷം നമ്മൾ വേറെ വല്ലതും മാറുകയാണെങ്കിലും മാറുള്ളൂ. സോ നമ്മുടെ ഒരു വില്ല അല്ലെങ്കിൽ ഒരു വീട്, അതായത് നമുക്ക് കുറച്ചെങ്കിലും ഫ്രണ്ടിലൊരു മുറ്റുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു എന്താ പറയുക, പപ്പീനെ നമുക്ക് വേണോ വേണ്ടേ എന്നുള്ള ചിന്ത പോലും എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അതായത് ഇതാണ് എൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ചിന്ത അവിടെ പോലും നിൽക്കില്ലായിരുന്നു. അതായത് ഇതൊരു ഒരു സംഭവമേ അല്ല. നമ്മളിങ്ങനെ വാങ്ങിയ സാധനം വേറെ ആർക്കെങ്കിലും കൊടുത്താലോ എന്നൊന്നും ആലോചിക്കുക പോലും ഇല്ല. പക്ഷേ ഇത് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ പപ്പീനെ എപ്പോഴും നമുക്ക് ചിലപ്പോൾ പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ഐ മീൻ എപ്പോഴും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഡെയിലി പോട്ടി ബ്രേക്കിന് അതിനും ഇതിനൊക്കെ കൊണ്ടുപോകും. അതല്ലാതെ അതിന് ബോറടിക്കണോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ രാത്രി കൊണ്ടുപോകാനോ അങ്ങനെയൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷേ അതേസമയം നമ്മുടെ വീടോ വില്ലയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടാണ്, നമുക്ക് വേണമെങ്കിൽ ഇറക്കി വിടാം, നമുക്ക് അതിനെ കളിപ്പിക്കാം, അങ്ങനെയൊക്കെ പറ്റുമല്ലോ. സോ ഞാൻ വിചാരിച്ചു എങ്ങനെ പോയാലും ഈ ഒരു 2 വർഷം ഇവിടെ തന്നെ ആയിരിക്കും. പപ്പിയുടെ ജീവിതത്തിലെ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു 30-40 വർഷം പോലെ ആയിരിക്കും. കാരണം അവരുടെ ലൈഫ് സ്പാൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 2 വർഷം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. ആൻഡ് ഓൾസോ ഇതൊരു ഗ്രോയിങ് സ്റ്റേജും കൂടെയാണ്. വലുതാകുമ്പോൾ നമ്മളെല്ലാം ഡോഗ്സ് കുറച്ചുകൂടെ മെച്യൂർഡ് ആവും. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഏജിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് തുള്ളിച്ചാടി നടക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഏജിൽ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഗോൾഡൻ റിട്രീവർ പപ്പീനെ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഇതിനെ ഒരുമാതിരി അടച്ചിട്ട് വളർത്തണ പോലെ ആവില്ലേ. അപ്പോൾ ആ ഒരു തോട്ട് എനിക്ക് ഭയങ്കര അയ്യോ അങ്ങനെ ഒരു ആയിപ്പോയി. അതായത് എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഐ മീൻ വേണ്ടായിരുന്നു, മീൻസ് ഫസ്റ്റ് തന്നെ വേറെ വല്ല വില്യോ വീടൊക്കെ ആയിട്ട് മതി, അങ്ങനെ ഒരു ചിന്ത മതിയായിരുന്നു കൊണ്ട് തോന്നി. ഞാനങ്ങനെ അജിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അയ്യോ ഞാൻ എന്തിനാലേ അജി അങ്ങനെ ചെയ്തത്, ഞാൻ കൊണ്ടുവരണ്ടായിരുന്നു അല്ലേ. ഐ മീൻ നമ്മളിങ്ങനെ ഒരു പപ്പീനെ കാര്യമായിട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടാവുന്നില്ല, ഐ മീൻ എനിക്ക് സ്യൂട്ടാവുന്നില്ല എന്നല്ല, നമുക്ക് മൊത്തത്തിൽ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു അയ്യോ അങ്ങനെ ഒരു ഫീല് വരുമല്ലോ. ആൻഡ് എൻ്റെ വീട്ടുകാരടുത്ത് പറയുമ്പോൾ വീട്ടുകാരാണ് ഇതേ അവളൊരു പട്ടീനെ വാങ്ങിച്ചിരിക്കണോ. ഇതിനെ കാണാൻ നല്ല ക്യൂട്ടൊക്കെ ആണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അരുമയൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട് എന്നൊക്കെ പണ്ട് പറഞ്ഞു. പക്ഷെ എന്നാലും എന്തിനാ അമ്മൂ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ള ഡോഗ്സിനെ ഫുള്ള് നോക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഡാഡി ആയിരുന്നു. ഡാഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനെയാണ് ഞാൻ ഡാഡി എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ അപ്പൂപ്പനാണ് ഡോഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു 1.5 വർഷമായിട്ട് കുറേ പേർക്ക് അറിയാൻ പറ്റും ഡാഡിക്ക് സ്ട്രോക്കൊക്കെ വന്നിട്ട് ക്രച്ചസ് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പഴയ പോലെ ഡോഗ്സിൻ്റെ പിന്നാലെ ഓടാനുള്ള ആരോഗ്യം ഡാഡിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ വീട്ടിൽ കൊണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ അമ്മൂമ്മയ്ക്കാണ് ഡോഗിനെ നോക്കേണ്ടത്, വീട്ടിൽ ഓൾറെഡി പട്ടികളുണ്ട്. അപ്പോൾ പിന്നെ ഇതിനെയും കൂടെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പപ്പിയാണ്, നല്ല കെയറോടെ നമുക്ക് നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ.
അപ്പോൾ വീട്ടിൽ കൊണ്ടു നിർത്താൻ പറ്റില്ല. പിന്നെ അമ്മയുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പട്ടു ഉള്ളതുകൊണ്ട് പട്ടുവിനെ മാനേജ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. കാരണം അമ്മയ്ക്ക് സ്കൂളിൽ പോയി ഡെയിലി വന്ന് പട്ടുവിനെ മാനേജ് ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ പപ്പീനെയും കൂടെ ആക്കി കഴിഞ്ഞാൽ അവർക്കും നോക്കാൻ പറ്റില്ല. സോ അങ്ങനെ നോക്കി അവസാനം എനിക്ക് ആകെപ്പാടെ മനസ്സിൽ വന്നത് വേറൊരു നല്ല ഫാമിലീനെ നോക്കി അവരുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഓൾറെഡി ഈ ഒരു മൈൻഡ് സെറ്റിൽ മൈൻഡ് സെറ്റ് ഇൻ ദ സെൻസ് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ ഈ ഹാപ്പി പെറ്റ്സ് ലൈഫിൽ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ കുറച്ച് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ നോക്കാനൊരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വർ വെരി ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി. വേറെ വല്ലവരൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പപ്പീനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാര്യം, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിന്ന് ശരി നമുക്ക് നോക്കാം, ആദ്യം ഇങ്ങനെ കുറേ പറഞ്ഞു അത് കുഴപ്പമില്ല കുറച്ചുകൂടെ മെച്ചുവേർഡ് ആകുമ്പോൾ ഓക്കെ ആവുന്നൊക്കെ. ബട്ട് സ്റ്റിൽ എനിക്കല്ലായിരുന്നു പ്രശ്നം, പപ്പിക്ക് ഒരു സങ്കടം. അതായത് ഇവരൊക്കെ മനുഷ്യന്മാരെ പോലെ തന്നെയാണ്, അവർക്ക് ചിലപ്പോൾ ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ വന്നാലും വരും. പക്ഷേ പറയാനറിയില്ലല്ലോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല സങ്കടവും വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, എനിക്ക് സങ്കടമാണോ, എനിക്ക് പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. പക്ഷെ അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സോ കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം സങ്കടപ്പെടാൻ പാടില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സോ എന്താ പറയുക, എനിക്ക് നല്ല സങ്കടമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലഫി എൻ്റെ കൂടെ തന്നെ ആട്ടോ ഉള്ളത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ് കൊടുക്കണോ വേണ്ടേ. പക്ഷെ അതേ സമയം ചില സമയത്ത് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ സമയത്ത് ഞാനിവിടെ ബാൽക്കണിയിലാണ് കൂട് വെച്ചിട്ട് ഇരുത്തിയിട്ടുള്ളത്. എപ്പോഴും അല്ല, പകൽ സമയത്തൊക്കെ. കാരണം പുറത്തൊക്കെ കുറച്ച് വെളിച്ചമൊക്കെ കാണട്ടെ, അല്ലെങ്കിൽ റൂമിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് തന്നെ സങ്കടം വരും. അതായത് ചില സമയത്ത് നമുക്ക് ഫുൾ ടൈം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വേറെ വല്ല ഫാമിലി ആണെങ്കിൽ അവരെ കൂടെ തന്നെ കിടത്തി അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാരുണ്ടാവും. സോ നമ്മൾ മറ്റൊരു കോട്ട് പറയാറില്ലേ, സംടൈംസ് ലവ് ഡസൻറ്റ് മീൻ ഹോൾഡിങ് ഓൺ ടൈറ്റ്, ഇറ്റ്സ് അബൌട്ട് ലീവിങ് ദം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. ഐ മീൻ ഇതിനെ നന്നായി നോക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത്. അല്ലാതെ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു സ്പേസിൽ അടച്ചുപൂട്ടിയിടുന്നേക്കാളും ബെറ്റർ അതുതന്നെയാണല്ലോ. ഞാൻ ആക്ച്വലി കുറേ ഇങ്ങനെ മനസ്സിൽ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഇതിനെ ഡോഗ് പാർക്കിൽ കൊണ്ടുപോകണം, ഇങ്ങനെ നടത്താൻ കൊണ്ടുപോകണം, ഡെയിലി ചീവി കൊടുക്കണതും എന്താ പറയുക വീഡിയോസൊക്കെ എടുക്കണതും ഇതിനെ വെച്ച് കുക്ക് ചെയ്യണതും അങ്ങനെ ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷേ എന്താ പറയുക, ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഇറ്റ്സ് ഓക്കെ. ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പറയുകയാണ്, ഇറ്റ്സ് ഓക്കെ. അതായത് എന്താ പറയുക, മേ ബി നമുക്കൊരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കൊരു നല്ലൊരു വീട്ടിലേക്ക് മാറാനോ, ഐ മീൻ നല്ലൊരു വീട് ഇൻ ദ സെൻസ് നമുക്ക് കുറച്ച് ഏരിയ ഒക്കെ ഉള്ള പോലത്തെ ഒരു സ്ഥലം, വീട് പോലത്തെ എന്തെങ്കിലും, അപ്പാർട്ട്മെൻറ്റ് അല്ലാതെ വീട് പോലെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ മാറാൻ പറ്റുകയാണെങ്കിൽ ദൈവാനുഗ്രഹത്തോടെ നമുക്കൊരു ഡോഗിനെ നല്ല രീതിയിൽ വാങ്ങി ഫുള്ളി നല്ല രീതിയിൽ വളർത്താൻ പറ്റുമായിരിക്കും. ഐ എം റിയലി ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പീനെ വാങ്ങുന്നു, പപ്പീനെ കാണിക്കുന്നു, നമ്മുടെ ന്യൂ പെറ്റ്, നമ്മുടെ ചാനലിൽ പുതിയൊരാളെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇങ്ങനെ എന്താ പറയുക സെറ്റ് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു സിനാറിയോ സത്യം പറഞ്ഞാൽ മനസ്സിൽ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ വളർത്തുന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെ പോയാലും വളർത്തും. അതായത് ഐ ബാഡ്ലി വാണ്ടഡ് ദിസ് ടു വർക്ക് ഔട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സെക്കൻഡ് പ്ലാൻ ബി ഒന്നും ഞാൻ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇത് എങ്ങനെ പോയാലും വർക്കൗട്ട് ആക്കിയേ പറ്റൂ എന്നുള്ളൊരു രീതി തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു മനസ്സിൽ, ഞാനിങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നു, അതൊക്കെ ഓക്കെ. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക? അതായത് എല്ലാവരും നമ്മൾ പറയുന്ന കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കണം നിർബന്ധമൊന്നുമില്ല. അതായത് ഞാനിപ്പോൾ ഇത്രയും പറയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഡോഗിൻ്റെ ഭാഗത്തുകൂടെ ചിന്തിച്ചിട്ട് അവർക്ക് നല്ലത് എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ അതിനെ വാങ്ങിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതോ അങ്ങനെയൊന്നും അല്ല. അതിന് നല്ലൊരു ഫാമിലി വേണം എന്നുള്ള രീതിയിൽ, നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഓടിച്ചാടി വിടാൻ പറ്റില്ല എന്നുള്ളൊരു കൺസേൺ കൊണ്ടാണ്. പക്ഷേ എല്ലാവർക്കും ആ ഒരു കാര്യം മനസ്സിലാക്കണം എന്നില്ലല്ലോ. അതായത് ചില ആൾക്കാർ ഇതൊക്കെ എടുക്കുന്നത് നമ്മളിങ്ങനെ വാങ്ങി എന്താ പറയുക, എന്തോ പട്ടീനെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കളയാനാണോ, അങ്ങനെ ഇങ്ങനെ, ഐ മീൻ വാങ്ങിച്ചു കൊടുത്തു, ഇതെന്താ വേറെ വല്ലതും ആണോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറഞ്ഞാലും പറയും. ഐ മീൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. മനസ്സിലായില്ലേ? നമ്മളൊരിക്കലും
പപ്പീസിനെ വെറുതെ വാങ്ങി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരിക്കലും എന്താ പറയുക മറ്റുള്ളവരെ പോലെ വാങ്ങി വളർത്തി പറ്റില്ല എന്ന് പറയുമ്പോൾ റോട്ടി കൊണ്ട് കളയുന്ന ആൾക്കാരൊന്നും അല്ല. ഇപ്പോഴാണെങ്കിലും മറ്റേ വീഡിയോ ഒക്കെ ഇട്ട ടൈമിൽ 2-3 ആൾക്കാരൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസൻറ്റ് റെഡി ടു ഗിവ് ഹെർ. കാരണം റെഡി ടു ഗിവ് ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫാമിലിയിലെ ഞാൻ കൊടുക്കുമെന്ന് എനിക്കൊരു ഇതുണ്ട്. അതായത് ഞാൻ ഫ്ലഫീനെ കൊടുക്കാൻ മീൻസ് വേറൊരാളെ ഏൽപ്പിക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത് തന്നെ കൂട്ടിലിട്ട് വളരരുത്. ഫ്ലഫി നല്ല രീതിയിൽ ഓടിച്ചാടി ഹെൽത്തി ആയിട്ട് വളരണം. അല്ലാതെ കൂട്ടി കിടക്കേണ്ട ഒരാളല്ല, വല്ലപ്പോഴും പുറത്തിറങ്ങേണ്ട ടൈപ്പ് ആളല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. സോ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഒരാൾ ആ രീതിയിലല്ലേ വളർത്തേണ്ടത്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ എത്തും. അതായത് എന്താ പറയുക, വാങ്ങുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും വളർത്തുക, അവർ കൂട്ടിലിട്ടായിരിക്കുമോ വളർത്തുക. അവർ കൂട്ടിലിട്ട് വളർത്തുകയാണെങ്കിൽ എന്നാൽ പിന്നെ എനിക്ക് തന്നെ നോക്കിയാൽ പോരെ, ഞാൻ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ അവർക്ക് കൊടുക്കുന്നത്. അതായത് ആൾക്കാർ വന്നിട്ട് പോലും ഇല്ല, ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അജീൻ്റെ അടുത്ത് പറയും, നീ ഇത്രയും ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് തന്നെ വളർത്തേണ്ടി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലഫീനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ എന്താ പറയുക, ഭയങ്കര നെഗറ്റീവ് വേയിൽ ആലോചിക്കാതിരിക്കുക. ഐ മീൻ നെഗറ്റീവ് വേയിൽ ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റും. എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റായികയൊന്നുമില്ല. ഞാൻ നല്ല രീതിയിലൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് വളർത്താവുന്നതേ ഉള്ളൂ. എനിക്ക് സുഖമായിട്ട് വളർത്താവുന്നതേ ഉള്ളൂ. അതായത് നമ്മളിവിടെ അഴിച്ചു വിടുന്നു, വല്ല ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആളെ കൂട്ടിലാക്കുന്നു, പിന്നെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടി പൊട്ടിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു, നമ്മൾ പുറത്തായി കഴിഞ്ഞാലും കൊണ്ടുപോകും, അങ്ങനെയുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഓക്കെ. പക്ഷേ പപ്പിയുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക, പറമ്പൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഓടിച്ചാടി കളിക്കുന്നതും 4 ചുമരിൻ്റെ അകത്ത് കിടന്ന ഒരേ സാധനങ്ങൾ തന്നെ കണ്ട് വളരുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അതായത് ഇപ്പം ആ ഒരു ഫീലിംഗ് എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റും. കാരണം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് 2 ഇയേഴ്സോളം വീട്ടിൽ തന്നെയായിരുന്നു. മാസത്തിൽ 1-2 തവണയാണ് ഞാൻ ആകെപ്പാടെ പുറത്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവും. കാരണം ഞാനതുപോലെ ആയിരുന്നല്ലോ, വല്ലപ്പോഴും പുറത്തിറങ്ങും, അല്ലാത്ത ടൈം ഫുള്ള് എൻ്റെ റൂമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതേ ഫീലിംഗ് തന്നെയായിരിക്കും നമ്മുടെ പപ്പീസിനും ഡോഗ്സിനും ഒക്കെ ഉണ്ടാവാൻ പോകുന്നത്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇത് എത്ര മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കുന്നൊന്നും എനിക്കറിയില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു ഫാമിലി വന്നാൽ മതിയായിരുന്നു. ഐ മീൻ കുട്ടികളെ പോലെ പപ്പീസിനെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതേപോലെ ഒരാൾ വന്നാൽ മതി എന്ന് എൻ്റെ പ്രാർത്ഥന. കാരണം നല്ല പപ്പിയാണ്, സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പിയാണ്, ആൻഡ് ഓൾസോ കാണാനും നല്ല രസമാണ്, നല്ല ആക്റ്റീവുമാണ്, ഹെൽത്തിയാണ്. സത്യം പറഞ്ഞാൽ കൊടുക്കാൻ മനസ്സില്ലടാ. പക്ഷേ നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ മാനേജ് ചെയ്യാൻ പാടാണ്. മീൻസ് നമ്മൾ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. ഞാൻ കുറേ എല്ലാ സിനാറിയോസും ഞാൻ എടുത്തിട്ട് ഈ ഒരു സിനാറിയോയിൽ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കൂടെ കൊണ്ടുപോകും, കാറല്ലേ നമുക്ക് കൂടെ കൊണ്ടുപോകും. ഇപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി നിൽക്കണം എന്നാണ് പറഞ്ഞാൽ ഇവിടെ പെറ്റ് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് CCTV ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടാക്കാം. ഇപ്പോൾ അടുത്ത് വല്ലവിടെയാണെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ കാര്യം ഞാൻ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ എന്താ പറയുക, പപ്പിക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ലൈഫ് എത്രത്തോളം ഇതാവും എന്നുള്ളത് ഞാൻ മനസ്സിൽ കണ്ട പോലെയല്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പേഴ്സണലി ഡിസൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ചില പട്ടിക്കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, മീൻസ് അങ്ങനെ ഓടിച്ചാടി നടക്കണം നിർബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പപ്പീസിനൊക്കെ പുറം ലോകം കണ്ടാലേ ഒരു ഇതുണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവമൊക്കെ നമുക്ക് പേഴ്സണലി കൊണ്ടുവന്ന് വളർത്തി കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇപ്പോൾ ഫ്ലഫിയുടെ കാര്യം ആയിക്കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായത് കുറച്ചുകൂടെ. സോ എന്താ പറയുക, നമ്മൾ റോങ് ആയിട്ടുള്ള ഡിസിഷനുമായിട്ട് കുറേ കാലം ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പെട്ടെന്നൊരു റൈറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും അതിനടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആവും, അതിനും എൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഒരു 2 വർഷത്തേക്ക് ഇവിടെ തന്നെ അത് ജീവിക്കേണ്ടി വരും. പെട്ടെന്ന് നല്ലൊരു ഫാമിലീനെ കണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനും ഒരു ഇണങ്ങാനായിട്ട് പെട്ടെന്നൊരു സമയം കിട്ടും, അങ്ങനെയൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഫ്ലഫിനെ ഗീവ് അവേ കൊടുക്കുന്നില്ല. കുറേ പേര് ഗീവ് അവേ കൊടുക്കുമോ, ഇതിനെ ഫ്രീ ആയിട്ട് തരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് എടുത്ത് പറയണത് ഫ്ലഫിനെ ഗീവ് അവയ്ക്കൊന്നും ഞാൻ തരുന്നില്ല. അങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ ഫ്ലഫീനെ കൊടുക്കുന്നു എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യണ്ട. ജെന്യുവനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടീനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് DM ചെയ്യാം. ഫ്രീ ആയിട്ട് തരുന്നൊരു സംഭവം അല്ല ഇത്, അത് ആദ്യം തന്നെ ഞാൻ പറയാം. അങ്ങനെ ജസ്റ്റ് നല്ല രീതിയിലൊരു ഫാമിലി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വേഗം കൊടുത്ത് തരുന്നു, അങ്ങനെ ഒരു രീതിയിലല്ല. വളരെ ഒഫീഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും
ബാക്ക് എൻഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ്. സോ കുട്ടികൾ ഇങ്ങനെ ജസ്റ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ എനിക്ക് വേണം അങ്ങനെയൊന്നും മെസ്സേജ് അയക്കാതിരിക്കുക. കാരണം ഞാൻ നല്ലൊരു ഫാമിലീനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഫീനൊരു നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കാതെ എനിക്കൊരു സമാധാനമില്ല. നമുക്ക് തന്ന ഫാമിലി പിന്നെ തിരിച്ചെടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ പുതിയൊരു നല്ലൊരു ഫാമിലീനെ നോക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ നമുക്കൊരു 2 ആൾക്കാർ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അവർ അത്ര നൈസായിട്ട് തോന്നിയില്ല. സോ ഞാൻ അതുകൊണ്ട് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഞാൻ അതുപോലെ പ്ലാൻ ചെയ്യുന്നതല്ല. നല്ലൊരു ആൾക്കാർ നോക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളൊരു രീതിയിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് പറ്റുകയാണെങ്കിൽ വീട്ടുകാരെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ, കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ മെസ്സേജ് അയക്കേണ്ടതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വെറുതെ തുരുതുരാന്ന് മെസ്സേജ് അയച്ചു എന്ന് വെച്ചോ. അങ്ങനെ അയച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ജെന്യൂനായിട്ട് ഒരാൾ മെസ്സേജ് അയച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമുക്കത് കാണില്ല. നമ്മൾ ഇത്രയും മെസ്സേജ് ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ ആ ഒരു മെസ്സേജ് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. സോ അതുകൊണ്ടാണ് വെറുതെ മെസ്സേജ് അയക്കേണ്ടതെന്ന് പറഞ്ഞത്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. പുതിയ പപ്പീനെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത്രയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വാട്ട് എവർ ഇറ്റ് ബി, എവറിത്തിങ് ഈസ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ഐ വിൽ ഓൾവേസ് ലവ് ഹർ. ഇതാണ് ശരിക്കും എൻ്റെ ലൈഫിലെ ആദ്യത്തെ പെറ്റ്, പേഴ്സണലായിട്ടുള്ള പെറ്റ്, ആൻഡ് ദാറ്റ് ടു എൻ്റെ ഡ്രീം ഡോഗ്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് എത്ര ഡോഗ്സ് വാങ്ങിക്കഴിഞ്ഞാലും ദിസ് വൺ വിൽ ബി ഓൾവേസ് മൈ ഫേവറേറ്റ്. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഫ്ലഫിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോയതും നടക്കാൻ പോയതും. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. നമ്മുടെ കൂടെ ഒരു 2-3 ഇപ്പോൾ 3-4 ദിവസമൊക്കെ ആയി. ഇനി ഒരാഴ്ച വെച്ചോ. ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു യുഗത്തിൻ്റെ മെമ്മറീസോളം നമുക്ക് ആൾ തന്നിട്ടുണ്ട്. സോ അതെല്ലാം ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓരോന്നോരോന്നേ കാണിച്ചു തരാം. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, and love you guys. Bye.